ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സഞ്ചരിക്കാൻ മെഴ്സിഡസ് ബെൻസ് കമ്പനിയുടെ ഹൈടെക് ഇലക്ട്രിക് രഥമെത്തി. തടിച്ചുകൂടുന്ന ആരാധകരെയും ഭക്തരെയും ആശീർവദിച്ച് കടന്നുപോകാൻ ഉപയോഗിക്കുന്ന പോപ്പ് മൊബൈലാക്കാനാണ് പുതിയ ജി ക്ലാസ് ഇലക്ട്രിക്കൽ കാർ ബെൻസ് നൽകിയത്. വത്തിക്കാനിലും വിദേശത്തും ജനങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൂവെള്ള നിറത്തിലുള്ള തുറന്ന വാഹനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബെൻസ് കമ്പനി ചെയർമാനും സിഇഒയുമായ സ്റ്റെൻ ഒല കലേനിയസ് ഇക്കഴിഞ്ഞ ദിവസം നേരിട്ടെത്തിയാണ് പോപ്പിന് കാർ സമ്മാനിച്ചത്. ബെൻസിന്റെ ജി ക്ലാസ് മിഡ് സൈസ് ലക്ഷറി SUV-യുടെ കസ്റ്റമൈസ്ഡ് പതിപ്പായ ഈ വാഹനത്തിൽ പോപ്പിനായി ഉയർന്ന ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട്. ജനക്കൂട്ടത്തിന് മാർപ്പാപ്പയെ നന്നായി കാണാൻ കഴിയുന്ന വിധത്തിലാണ് സീറ്റ്. വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്കും തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ ഇലക്ട്രിക് വാഹനം പോപ്പിന് സമ്മാനിക്കുന്നതെന്ന് സ്റ്റെൻ ഒല കലേനിയസ് പറയുന്നു. എന്നാൽ കാറിന്റെ വിലയും സുരക്ഷാ സവിശേഷതകളും പങ്കിടാൻ ബെൻസ് അധികൃതർ വിസമ്മതിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 അധികാരമേറ്റ ശേഷം ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളുടെ കടുത്ത വിമുഖതയായിരുന്നു. ജനങ്ങളുമായി അടുത്തിടപഴകാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കെട്ടിയടച്ച ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഒഴിവാക്കാറാണ് പതിവ്. പകരം കവചമില്ലാത്ത തുറന്ന കാറിലാണ് യാത്ര. ഏതാണ്ട് 95 വർഷമായി മാറി മാറി വരുന്ന മാർപ്പാപ്പമാർ മെഴ്സിഡസ് ബെൻസിന്റെ കാറാണ് ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്നത്. 1930 അന്നത്തെ മാർപ്പാപ്പ പിയൂസ് 11 മെഴ്സിഡസ് ബെൻസ് കമ്പനി ന്യൂർബർഗ് 460 പുൾമാൻ കാർ സമ്മാനമായി നൽകി. അന്നു മുതൽ മാർപ്പാപ്പമാരെല്ലാം തന്നെ ബെൻസ് കാറിന്റെ പോപ്പ് മൊബൈലിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോഴിതാ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും പരമപിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സഞ്ചരിക്കാൻ മെഴ്സിഡസ് ബെൻസിന്റെ ഹൈടെക് ഇലക്ട്രിക് കാറും.